ഇടുക്കി കുമളി അമരാവതിയിൽ വന്യമൃഗ സാന്നിധ്യം. 2 ആടുകളെ വന്യമൃഗം പിടികൂടി. സമീപ പ്രദേശങ്ങളിൽ മുൻപും വന്യമൃഗ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കൂടി അടുത്ത വീട്ടിലെ ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ആട്ടുംകുണ്ടി ചെന്ന് നോക്കുമ്പോൾ 2 ആട് ചത്ത് കിടക്കുന്നതും ഒരാട് പരിക്കോടുകൂടെ കൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം ഞങ്ങൾ 4 മണിക്ക് ശേഷം 2 ആടുകളെ അയച്ചുകൊണ്ട് വരികയും തിരിച്ച് നേരം വെളുത്ത് നോക്കുമ്പം മറ്റേ ചത്ത് കിടന്ന ഒരാടിനെ ഒന്നും ചെയ്യാതിരുന്ന ആടിനെ കഴിച്ച് കാൽഭാഗം വീണ്ടും കടിച്ചു കീറുകയും ചെയ്തു. പരിക്കോരാതെ കിടന്ന ആടിനെ കടിച്ചു കീറിയിട്ടുണ്ട്. മറ്റേ ആട് നേരത്തെ താഴെയും കിടക്കുകയാണ്. ുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിന്, ഇടുക്കി അമരാവതിയിൽ, കുമളി അമരാവതിയിൽ വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 2 ആടുകളെ വന്യമൃഗം പിടികൂടി. സമീപ പ്രദേശങ്ങളിൽ മുൻപും വന്യമൃഗ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൂടിയാണ് ഇത്തരത്തിൽ അമരാവതി സ്വദേശിയായിട്ടുള്ള പുളിക്കൽ ജേക്കബിന്റെ വീടിന് പിന്നിലുള്ള ആട്ടിൻകൂട്ടിൽ ഈ വന്യമൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായത്. 2 ആടുകളെയാണ് ഈ വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ ഒച്ച കേട്ട്, ആട് കരയുന്ന ഒച്ച കേട്ട് ഇവർ മുകളിൽ ഈ ആട്ടിൻകൂട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ആടിനെ ആക്രമിച്ച നിലയിലും മറ്റു 2 ആടുകൾ ചത്തുകിടക്കുന്ന നിലയിലുമാണ് കണ്ടത്. ഇതിനുശേഷം ഇവർ വനംവകുപ്പിന് അന്നേരം തന്നെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഇവർ തിരികെ ഇറങ്ങി പോരുകയും ചെയ്തു. പുലർച്ചെ എത്തിയപ്പോൾ ഈ വന്യമൃഗം വീണ്ടും ഇവിടെ എത്തി ഈ ആടുകളെ ഭക്ഷിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിൽ മുമ്പും വന്യമൃഗത്തിന്റെ ഒരു സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഈ മേഖലയിൽ വന്യമൃഗങ്ങൾ, അതായത് വീടുകളിൽ നിന്ന് വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി കൊല്ലപ്പെടുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വനം വകുപ്പ് ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം എത്തിയത് ഒരു പുലിയാണ് എന്ന് പറയുകയുണ്ടായി. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പ് എത്തുകയുണ്ടായത്. ശേഷം നിലവിൽ ഇവിടെ എത്തിയത് പുലിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യമൃഗമാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ച് മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉടലെടുക്കുന്നുണ്ട്. പ്രധാനമായും തോട്ടം മേഖലയാണ്, ഈ ഏലക്കാടുകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ തോട്ടത്തിലേക്ക് പണിക്ക് ആളുകൾ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വന്യമൃഗത്തെ കണ്ടെത്താനും അതിനെ പിടികൂടാനുമുള്ള ഒരു ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിന് ഏകദേശം എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് തമിഴ്നാട് ബോർഡർ ഉള്ളത്. അതിന് താഴ്ഭാഗം വരുന്നത് വനപ്രദേശമാണ്. അവിടെ നിന്ന് കയറി വന്ന വന്യമൃഗമാകാം ഇതെന്നുള്ളൊരു വിശദീകരണമാണ് വനം വകുപ്പ് നൽകുന്നത്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ ഇപ്പോൾ ഈ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതൊരു ഏത് വന്യമൃഗമാണ് എന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഈ വനം വകുപ്പ് തുടർച്ചയായി ഇത്തരത്തിൽ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോഴും വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആരോപണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ശരി സുബിന്, എന്തായാലും ഇടുക്കി കുമളി അമരാവതിയിൽ വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടിരിക്കുന്നു. 2 ആടുകളെ വന്യമൃഗങ്ങൾ പിടികൂടി. സമീപപ്രദേശങ്ങളിൽ മുൻപും വന്യമൃഗ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.